ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ എടുക്കാറായില്ലേ? അപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലാണല്ലോ എപ്പോഴും ഉണ്ണിയപ്പം. നമുക്കിന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പം ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എളുപ്പം എന്നതിനേക്കാൾ ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. ഒരെണ്ണം കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നും. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 500 വെല്ലം എടുത്തിട്ട്, 1/2 കിലോ വെല്ലം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെല്ലപ്പാനി ഒരുപാട് കൊഴുപ്പിലൊന്നും വേണ്ട, കാരണം നമുക്ക് പൊടി കുഴയ്ക്കാനുള്ളത് ആ പാനിക്കകത്ത് കുഴയ്ക്കാമല്ലോ. പിന്നെ ബാക്കി തികയാതെ വരുന്നത് നമുക്ക് ചൂടുവെള്ളം ചേർത്താൽ മതിയല്ലോ. ഞാനിവിടെ കപ്പ് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു 4 സ്പൂൺ റവ എടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 1/2 കിലോ റവ ഒരു തവയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 300 ഗ്രാം മൈദയും 500 ഗ്രാം റവയാണ് ഇപ്പോൾ ഇതിനെടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണോളം നല്ല ജീരകവും 5-6 ഏലക്കായും നന്നായിട്ടൊരിച്ചിരി റവ തന്നെ ചേർത്ത് ഞാൻ പൊടിച്ച, പഞ്ചസാര ചേർത്തല്ല പൊടിച്ചത് കേട്ടോ, പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മൈദയൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. മൈദയും റവയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് എന്തായാലും ഒന്ന് അരിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ റവ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈദ അരിച്ച് വെച്ചു, വെല്ലം കാച്ചി വെച്ചിട്ടുണ്ട്, നമ്മുടെ കപ്പും കാച്ചി വെച്ചിട്ടുണ്ട്. അത് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ഏകദേശം 1 കിലോ മിച്ചം വരുന്നത് കൊണ്ട് ഞാനൊരു കലമാണ് എടുത്തേക്കുന്നത്, ഒരു സ്റ്റീൽ കലമാണ് എടുത്തേക്കുന്നത്. ചെറിയ ബൗളിനകത്തൊന്നും കലക്കി വെച്ചാൽ റെഡിയാവില്ല. അപ്പോൾ നമുക്കത് എല്ലാ സാധനവും നമ്മുടെ കലത്തിലേക്ക് തട്ടി കൊടുക്കാം. റവ ഇട്ട് കൊടുത്തു, ഇനി മൈദ ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ കപ്പ് കാച്ചി വെച്ചത് ഇപ്പോൾ കുറുകിയിട്ടുണ്ട്, ഇച്ചിരി സമയമായി, അതിട്ട് കൊടുക്കാം. അതിന് കഴിഞ്ഞ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായൻ്റെയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെല്ലപ്പാനി ഒഴിച്ച് കഴിയുമ്പം ഏതെങ്കിലും സൈഡിൽ എന്തെങ്കിലുമൊക്കെ പൊടികൾ മിക്സ് ആകാതെ വരും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് യോജിപ്പിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മുടെ വെല്ലപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു, അരിച്ചൊഴിച്ചു കൊടുത്തു. ലൂസ് ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ പൊടികൾ കൂടുതൽ ചേർത്തത് കൊണ്ട് അല്പം ചൂടുവെള്ളമൊക്കെ ചേർക്കേണ്ടി വന്നു. നമ്മുടെ വെല്ലം നല്ല വെല്ലമായിരുന്നു, അവിടെ ഒട്ടും വേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി ഒരു കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കണം, ജസ്റ്റ് ഒന്ന് ആക്കിയാൽ പോരാ. പിന്നെ ഈ കൂടത്തിൽ നമ്മൾ ചെറുപഴം കൂടെ അടിച്ച് ചേർക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചേർത്ത് വെച്ചാൽ വേന്ന് എൻ്റെ അനുഭവമാണ്, കേടായി പോകാറുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ച ഇരുന്നാലും ഒന്നും ആവില്ല, കേടാവില്ല. അപ്പോൾ നമ്മളതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പൊങ്ങാൻ വേണ്ടി ചേർക്കുന്നില്ല, ഈ കപ്പ് കാച്ചിയതേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. ഒരു 4 മണിക്കൂർ, കറക്റ്റ് 4 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇത് പൊന്തി വരും. അതിനകത്ത് കുറച്ച് വെള്ളം കൂടെയൊക്കെ ഞാൻ ചേർത്തു. അങ്ങനെ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരല്പം തിക്കായിട്ടൊരു ഇഡ്ഡലി മാവിൻ്റെ കണക്കിന് നമ്മൾ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് കോരി ഒഴിക്കുമ്പോൾ കറക്റ്റ്, ഇച്ചിരി വെള്ളം ലൂസായി പോയാലും ഇത് കൂടുതൽ പൊന്തിപ്പോയാലും നമ്മൾ ചുടുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയല്ല. അതുകൊണ്ട് നമ്മൾ കലക്കി വെക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അഥവാ ഇച്ചിരി ടൈറ്റായി പോയാൽ അത് എടുക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമ്മളിന്നൊരു 4 മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കനം കുറച്ചിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഇട്ടുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമനുസരിച്ച് വലിപ്പം കൂട്ടുവോ കുറയ്ക്കുവോ ഒക്കെ ചെയ്യാം, ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. 4 മണിക്കൂർ ആയപ്പോഴത്തേനും ഞാനിപ്പം റെഡിയാക്കി തേങ്ങാക്കൊത്ത് ഇച്ചിരി നെയ്ക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് നന്നായിട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ വേഗം ചിലപ്പം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പിടി എള്ള്, അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ച് വൃത്തിയാക്കിയിട്ട് കഴുകി വാരി ഉണക്കിയിട്ടൊക്കെ ഇടാവുള്ളൂ. എന്നിട്ടാണ് ഞാൻ അതിന് മുമ്പേ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു, ആ ചൂടിലുള്ള നെയ്ക്കകത്തിൽ ഒഴിച്ചു. ഇനി ആ നെയ്യ് അടക്കം ഞാൻ നമ്മുടെ മാവിലേക്ക് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ കാരപാത്രത്തിനകത്ത് പ്രത്യേകം നെയ്യൊന്നും ഒഴിക്കുന്നില്ല, അതുകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുമ്പം എല്ലാ ഭാഗത്തും എത്തണം. ഇനി ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ടൈറ്റ് കൂടുതലാണെങ്കിൽ അല്പം ചൂടുവെള്ളമൊക്കെ ചേർക്കാം. അപ്പോൾ എനിക്കിതൊന്നും വേണ്ടായിരുന്നു, വെല്ലത്തിന് ഉപ്പുണ്ടായിരുന്നതുകൊണ്ട് മാവിന് ഉപ്പ് ചേർക്കേണ്ട വന്നില്ല. അതിന് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സിനകത്തേക്ക് ഈ മാവ് 2-2.5 തവി പകർത്തും. നമ്മൾ കലക്കി വെച്ച പാത്രത്തിൽ തന്നെ നേരിട്ട് കോരി ഒഴിച്ച് വെക്കുമ്പം
നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടത് എടുത്ത് ഒഴിക്കാനും വലിയ പാത്രത്തിൽ നിന്ന് എപ്പോഴും കോരാനും. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഞാനൊരു ചെറിയ സ്പൂൺ, അതായത് 1/4 അളവുള്ളൊരു സ്പൂണാണ്. ആ സ്പൂണിന് ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിക്കുന്നുള്ളൂ. ഒരു സ്പൂണൊക്കെ ഫുള്ളൊക്കെ മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് കിട്ടിയാൽ തന്നെയല്ല പുറം ഭാഗം പെട്ടെന്ന് ഡാർക്കായി പോവും നമ്മൾ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം നല്ല ഗോൾഡൻ കളറിൽ നല്ല അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം നമുക്കിങ്ങനെ അങ്ങനെ ചുട്ടെടുക്കാം. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മാവ് ലൂസായി പോയാൽ ഈ ഉണ്ണിയപ്പം ഇങ്ങനെ വീർത്തിട്ട് നടുക്കുന്ന ഒന്നുമില്ലാത്ത പോലെ ഒരു പൊട്ടി കീറുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അധികമായിട്ട് പുളിച്ച് പൊന്തിപ്പോയാലും അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉണ്ണിയപ്പത്തിന് കലക്കി വെച്ചാൽ കറക്റ്റ് 4 മണിക്കൂറാകുമ്പോൾ നമുക്ക് ചുടാം. ഈ ഉണ്ണിയപ്പം നമ്മളിങ്ങനെ ചുടുമ്പം മറ്റേ സ്റ്റൗവിലേക്ക് നമ്മൾ കൂടുതലൊരു പാത്രത്തിൽ ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയായി കഴിയുന്നതനുസരിച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതലൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ സ്പീഡിൽ തീരും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുമ്പം കുറച്ച് സമയം കൂടുതലെടുക്കില്ലേ. ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ ആക്കിയത്, എങ്കിലും 1 മണിക്കൂറോളം എടുത്തു ചുട്ട് തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല അതിനകത്തൊക്കെ നിറച്ച മാവുണ്ട്, പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മയം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ റവയും മൈദ ഉപയോഗിച്ചിട്ട് അരിയൊക്കെ കുതിർത്ത് അരച്ചൊക്കെ എടുക്കുന്നേക്കാളും നമുക്ക് പണി എളുപ്പമുണ്ട്, സ്പീഡിലാക്കി കിട്ടും. നല്ല ടേസ്റ്റാണ്, അതിനകത്ത് ആരും പേടിക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.